കരിമ്പ് ജ്യൂസ് അടിക്കുന്നത്. അതിൻ്റെ മെഷീനാണ് ആ കാണുന്നത്. എന്താ കരിമ്പ് ജ്യൂസ് മെഷീൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾ വഴേല പാലത്തിൻ്റെ അടുത്താണ്. ആറാങ്കല്ലിലോട്ട് പോകുന്ന റോഡ്, രണ്ടാമത്തെ പെട്രോൾ പമ്പിൻ്റെ ഇതിൻ്റെ ഇടയ്ക്കായിട്ടുള്ള റോഡിൽ ഇടത്തെ സൈഡാണ് സ്ഥലം. ഈ സൈഡെല്ലാം റോഡിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയല സിഗ്നൽ 3 മുക്ക് റോഡായിട്ട് വരുന്ന ഭാഗമാണ് ആ കാണുന്നത്. ഒന്ന് നമ്മൾ വഴയല വേറ്റിക്കുളം പോകുന്ന റോഡ്, ഒന്ന് നേരെ റൈസ് നഗർക്ക് പോകുന്ന റോഡ്, ഒന്ന് ആറാങ്കല്ല് പോകുന്ന റോഡ്, ഒന്ന് നേരെ പേറുകട. അങ്ങനെ 3-4 മുക്ക് റോഡ് വരുന്ന റോഡാണിത്. ഈ റോഡിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടികൾ പോകുന്ന തിരക്കുകൾ കാണാം. ജ്യൂസ് 40 രൂപ. അടിപൊളി ജ്യൂസ്. ചെറിയൊരു നാരങ്ങ, രണ്ടെണ്ണമല്ല, ഒരു നാരങ്ങ എടുത്തത് നാലായിട്ട് കുറച്ച് കരിമ്പിൻ്റെ ഇടയിൽ കയറ്റി ചാറാട്ട് നല്ല കരിമ്പ് ജ്യൂസാണ്. ഒരു ജ്യൂസിൻ്റെ വില 40 രൂപയേ ഉള്ളൂ. ആവശ്യമുള്ളവർക്ക് നമ്മുടെ വഴയല പെട്രോൾ പമ്പിൻ്റെ അപ്പുറത്ത് സൈഡിലാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കാം. ഗ്ലാസ്സിലരിച്ച് കഴിക്കുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം, അടിപൊളി. അപ്പോൾ അടിപൊളി കരിമ്പ് ജ്യൂസ്. കുടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് പൈസ കൊടുക്കാം, പോകാം. കിളികൾ, പട്ടി, കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടുന്ന സ്ഥലമാണ്. നമ്മൾ വഴയല റൈസ് നഗർ പോകുന്ന റോഡാണ്.
അപ്പോൾ നമ്മൾ ഇന്ന് എന്തിനാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇത് കൂവക്കിഴങ്ങ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മളിപ്പോ അവിച്ച് വേവിച്ചെടുക്കണതാണ്. അപ്പൊ ഇതിനകത്ത് തന്നെ പൊടിയാക്കി കൊച്ചു പിള്ളേർക്ക് കുറുക്ക് പോലെയൊക്കെ ഉണ്ടാക്കണതാണ്. നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇതിനെ കഴുകി വൃത്തിയാക്കി വേവിച്ചെടുക്കാം. ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. കുക്കറിൽ വേവിക്കാൻ, അല്ലാതെ വേവിക്കാൻ പറ്റാൻ ശരിക്കും നല്ല താമസം എടുക്കും. ആകുമ്പോഴേ അത് ഈ നമ്മാട്ടയ്ക്ക് വെട്ടുകൊണ്ട് ഭാഗം, പിന്നെ അപ്പൊ ഈ വെട്ടുകൊണ്ട ഭാഗത്തിൽ മണ്ണ് കയറിയിരിക്കും. നമ്മൾ കഴുകുമ്പോഴും അതൊരു അപ്പൊ മറ്റേ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കഴുകി 2 വെള്ളത്തിൽ കഴുകണം അല്ലേ? മണ്ണ് പോലും മണ്ണല്ലേ, 2-3 വെള്ളം കഴുകണം അല്ലേ? അത് വൃത്തിയാവണത് കണ്ട ഈ മമ്മാട്ടിക്ക് വെട്ടുകൊണ്ട ഭാഗമാണ് ഈ മണ്ണ് പോലെയൊക്കെ നമ്മള് ഇതുപോലെ പിച്ചത്തേക്ക് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ പൂച്ച ഇവിടെ എന്തോ തിന്നായിരിക്കുന്നതുകൊണ്ട് മീന് എടുക്കണമെന്ന് വിചാരം. ഇവിടെ പാത്രം എടുത്ത് അപ്പഴി വിളി തുടങ്ങും. വിചാരിക്കും എന്തെങ്കിലും തിന്നാണത്, മീൻ എന്തെങ്കിലും എടുത്ത് വെച്ച് ഞാൻ ഇതെത്ര 1 കിലോ? 1 കിലോ 120 രൂപ. ഇനിയിപ്പോ വൃത്തി വെക്കാൻ ഇഷ്ടം പോലെ കാണാം. ഇത് പറിച്ച് ഇത് നല്ല ഈ സാധനം വാങ്ങിച്ചോട്ട് വന്നിട്ട് ഇടിച്ച് പൊടിച്ച് മാവാക്കി എടുക്കണം. എന്നിട്ട് ഇത് വറുത്ത് വറക്കി കഴിക്കാനാ നല്ല ടേസ്റ്റാണ് സാധനം. ഈ നാരടക്കിയ സാധനമാണ് ഇഷ്ടം പോലെ, നല്ല ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ് ഇത്. നമുക്ക് പണ്ട് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് നമ്മളവിടെ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ ഒന്നും ഇല്ല, അവിടെ എല്ലാം പോയി. ഇത് പകുതിയും പിന്നെ പന്നി നിന്നുകൊണ്ട് പോകുമായിരുന്നു അവിടെ ഇടുക്കി വെച്ച്. ഈ സാധനം ചേമ്പ് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പകുതി പന്നി കൊണ്ടുപോകും, പകുതി നമുക്ക് കിട്ടും. ഇത് ഞങ്ങളവിടെ പണ്ട് മരിച്ചിനിയൊക്കെ നമ്മളവിടെ നട്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് കയ്പം മരിച്ചിനിയായിരിക്കും കെട്ടി, അല്ല ഈ മാടം വെച്ച് കെട്ടി എല്ലാം റെഡിയാക്കി ഇട്ടിട്ട് രാത്രി മരിച്ചിനിക്ക് വേണ്ടിയിട്ട് കാവൽ കിടക്കും, പന്നി വെക്കാൻ വേണ്ടി. ഞങ്ങൾ പണ്ട് ഇത് കഴിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അമ്മയുടെ അമ്മ അവിടെയൊക്കെ വിളയിൽ നട്ടിട്ടിരിക്കും. അപ്പൊ നമ്മൾ പോകുമ്പോഴൊക്കെ പറിച്ചു ഇറക്കി തന്നു വിടുവായിരുന്നു. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം കുറവ്, ഇത് നട്ടിട്ട ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ വലിയ ജോലിയില്ല, ഇത് വേറെ പന്നി ഒന്നുകൊണ്ട് പോകുന്ന അങ്ങനെയൊന്നും പേടിക്കാനില്ല. പക്ഷെ അവിടെ ഇടുക്കിയിലൊക്കെ എന്ന് പറഞ്ഞാൽ മൊത്തം പന്നി അടിച്ചോണ്ട് പോകും. വേസ്റ്റ് അത് നമ്മാട്ടിപ്പാട് കൊള്ളണതാണ്. മൊത്തം ചങ്ങറുന്നിട്ട് വെട്ടി മൊത്തത്തിലിങ്ങനെ വെട്ടിയെടുക്കണല്ലേ. മാക്സിമം ഒരു വെട്ട് കൊള്ളാതെ തന്നെ എടുക്കണം. ഇതൊക്കെ തിരിവ് വന്നതാണോ വലുതീന്നൊക്കെ അവിടെ കൊണ്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞു, തിരിവ് മാറ്റി തരണമെന്ന് പറഞ്ഞു. നല്ലത് നോക്കി എടുത്ത് തരാവുള്ളൂന്ന് പറഞ്ഞു. പിന്നെ അയാൾ ഉള്ളതിൽ നല്ലത് നോക്കി തന്നു. കുറച്ചു നേരം അവിടെ നോക്കി നിന്നിട്ടാണ് പിന്നെ ഈ സാധനം കിട്ടിയത്. പക്ഷെ 4 മണിക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനം. അതേപോലെ കാന്താരി മുളക് അവിടെ ഉണ്ടായിരുന്നു. അത് എത്ര 200 അങ്ങാണ്ട 40 രൂപ എത്ര പറയുന്നുണ്ട്. കാന്താരി ഒന്നും കാണാനില്ല ഇപ്പം. കാന്താരിക്കൊക്കെ നല്ല ഡിമാൻഡ് അല്ലേ, ചെറിയ മുളക് പോലത്തെ കാന്താരി. ഇത് പിന്നെ വലിയ ചെടി ഇല്ലെന്ന് പറയാം. ചിലതാണെങ്കിൽ മണ്ണിൽ പൊതിഞ്ഞിരിക്കും, കഴുകിയെടുക്കാൻ പാടായിരിക്കും. ഇതിന് ഒരു അത്രയും പറയത്തക്ക മണ്ണില്ല അല്ലേ, ചില അരിഞ്ഞുകളയുണ്ട്. അതായത് നമ്മൾ കഴുകണതിനനുസരിച്ച് ഇങ്ങനെ അരിഞ്ഞു മാറ്റി വെച്ചാൽ പിന്നെ
ഈ തൊലിയാണ് മെയിനായിട്ട് ഇങ്ങനെ കിടക്കണേ. ഇത് ചില അത് കിടക്കും നമ്മള് കളച്ച്. ഇത് പിന്നെ വലിയ മച്ചളി ഇല്ല. ചിലതെങ്ങനെയല്ല, നമ്മൾ 2-3 വെള്ളം കഴിയല്ല ചെളി പോകില്ല. പിന്നെ ഇത് നല്ല നിത്യതാണ്. ഇതിന്റെ ഈ തുമ്പുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ഒടിച്ചിട്ട് കൊണ്ട് നട്ടുവെച്ച പൊടിക്കും. ഇതവിടെ കൊണ്ടിട്ട് നമ്മളിവിടെ നിന്നാലും കാണുമല്ലോ. നമ്മളവിടെ ഇല്ല, പെരിച്ചാഴി ഒന്നുണ്ട്. മൊത്തം പെരിച്ചാഴി തിന്നിട്ട് പോയാ ഇഷ്ടംപോലെ കിഴങ്ങുണ്ടായിരുന്നത്. അത് അത്രയും തോന്നുന്നുണ്ട്. മണ്ണ് മാന്തി എല്ലാം ഉണ്ട്. നീല കിടക്കും മണ്ണും ജൈവമായിട്ടൊക്കെ. അതിലൊക്കെ നിറച്ചും കിഴങ്ങുണ്ടായിരുന്നതാണ്. ആ തെങ്ങാണെങ്കിൽ ശരിയാവുന്നില്ല. അപ്പൊ നമ്മള് കഴിത്തിരാറായ ഇനി 2-3 കൂടി 2-3 കൂടി ഉണ്ട്. അപ്പൊ അതിനെ കൂടി നമ്മള് എല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് ഒരു 2 വെള്ളം കൂടി കഴുകാം അല്ലേ? 2 വെള്ളം കൂടി കഴുകി കുക്കറിൽ വെച്ച് 10-15 വിസിലെങ്കിലും കേൾക്കണം. അതല്ലേ എങ്കിലേ നല്ല വേവുള്ളൂ. ഇത് എന്ന് വെച്ചാൽ നല്ല വേവുള്ള സാധനമാണ്. കൂവമാവൊക്കെ നല്ല സൂപ്പറാണ്. അതിന്റെ ഈ വറുത്ത് കഴിക്കുമല്ലോ സംഭവം. കൂവമാവ് നല്ല ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ സംഭവം എനിക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവം. നമ്മളൊരിക്കൽ ഇത് ഓർഡർ ചെയ്ത് വരുത്തിയത് ഓർമ്മ. ഓർഡർ ചെയ്തിട്ട് കിട്ടിയില്ലല്ലേ? അതവര് അതെല്ലാം കഴുകി കഴിഞ്ഞ് ഇനി അടുത്ത വെള്ളത്തിലേക്ക് കഴുകാം. രണ്ടാമത്തെ വെള്ളം കുക്കറിനകത്തോട്ട് ഇറക്കി വയ്ക്കുകയാണ്. 1 കിലോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. അത് ഇനി വെള്ളം കൂടി ഒഴിക്കണ്ടേ? അപ്പം ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിക്കുക. ഇതിപ്പം വെള്ളം ഒഴിക്കേണ്ടത് നല്ല വരണമെങ്കിൽ ഇത്രയും വെള്ളം നികത്തി ഒഴിച്ചാലേ ആവുള്ളൂ. കുറച്ച് വെള്ളമാണ് ഒഴിച്ചോളൂ. കുക്കറിനകത്തായോട്ട് പിന്നെ കുഴപ്പമില്ല. ഉപ്പും കൂടി ഇട്ട് അപ്പൊ ഇനി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അല്ലേ? ഉപ്പിട്ടോ? അതെ, എത്ര ഉപ്പും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൈയോടെ ഇട്ട് നമ്മൾ വേവിക്കുകയാണ്. അപ്പൊ ഇതില് ഉപ്പും പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിയാൻ അല്ലേ? ശരി. അപ്പൊ ഇനി നമുക്ക് ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കാം. ഇനി വെന്ത ശേഷം നമുക്ക് വീണ്ടും തുറക്കാൻ പോവുകയാണ്. വേറെ ശകലം കൂടി ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. നല്ല ചൂട് വെന്ത് തിളച്ച് സാധനം നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറക്കാം. വെന്തിട്ടുണ്ട്. ഇറക്കാം. അപ്പം പൂവക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. ഭയങ്കര ചൂടാണ് കേട്ടോ. ഇപ്പം കോരി എടുത്തതേ ഉള്ളൂ. അത്ര ചൂടാ സാധനം. നല്ല വെന്തിട്ടുണ്ട് സംഭവം. സെറ്റ് കൊള്ളാം, അടിപൊളി. അപ്പോൾ നമുക്ക് പൂവക്കിഴങ്ങ് കഴിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും നാളെ കാണാം.
എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇപ്പം വീഡിയോകളിൽ കമൻറ്റുകൾ ഒന്നും വരുന്നില്ല. അപ്പം എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യുക.